ഹലോ, ഇന്ന് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ലഡു ഉണ്ടാക്കാമേ നമ്മുടെ വീട്ടിൽ തന്നെ. അതിനുവേണ്ടി ഞാനിവിടെ 150 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും ഒരു സ്വല്പം സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോഡാപ്പൊടി വേണമെന്നില്ല, എങ്കിലും മാവൊന്ന് പൊന്തി വരാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കണമേ. തീരെ ലൂസായി ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. അതായത് നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവം, ആ ഒരു പരുവം വരെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ലഡു വീട്ടിൽ എളുപ്പത്തിലുണ്ടാക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത്. ഒരുപാട് മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ റെഡിയാക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ മഞ്ഞൾ, നമ്മുടെ ഒരു ഫുഡ് കളർ യെല്ലോ ചേർക്കുന്നവർക്കാണെങ്കിൽ നമ്മളിത് അടുപ്പിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി കളറ്. അതല്ല, നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞ കളറിന് വേണ്ടി നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ കട്ട കുത്താതെ മാവ് നല്ലോണം നമ്മൾ അയച്ചെടുക്കണം. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പം ഞാനത് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ചെറിയൊരു കളറിന് വേണ്ടി കേട്ടോ. ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു 150 ഗ്രാം കടലപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. 150 ഗ്രാമിനകത്ത് എത്ര ലഡു റെഡിയാക്കി എടുത്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിതുപോലെ നല്ല പോലെ മാവ് നല്ല കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതായത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് കിട്ടണം. കണ്ടോ, നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവം, വെറും ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയുമല്ലാത്ത ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മുടെ ലഡു റെഡിയാക്കാനുള്ള മാവ് സെറ്റ് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് അടുപ്പിലോട്ട് വെച്ച് നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല പോലെ എണ്ണ ചൂടാകണം കേട്ടോ. നല്ല പോലെ എണ്ണ ചൂടാകണം. അപ്പോൾ എണ്ണ ചൂടാകുന്നോ എന്നറിയാൻ വേണ്ടി ഒരിറ്റ് മാവ് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ അത് എണ്ണയിൽ മുങ്ങിപ്പൊങ്ങുന്നെങ്കിൽ നമുക്ക് അത് റെഡിയാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്പൂണ്, ഒരു ചെറിയ തവി കിട്ടുവാണെങ്കിൽ നമുക്കിതിനകത്ത് മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വലിയ തവിയിൽ തന്നെ കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമ്മുടെ ഈ കടലമാവ് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അതായത് കരിഞ്ഞു പോവരുത്, വെന്ത് വരണം. അപ്പം രണ്ട് രീതിയിലായാലും നമുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിയിലാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ ചെറിയ ബൂന്തി നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്നതിനാണ് ബൂന്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോരി ഒഴിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പുറത്തൊരു പാത്രത്തിനകത്തോട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണേ. നല്ലപോലെ ആ ഒരു പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടണം. അത് മെൽറ്റാവുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഒരു പശപ്പ് പോലെ കാണും. ആ ഒരു ടൈമിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബൂന്തി എല്ലാം 2 രീതിയിലും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയായിട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. 1-2 വട്ടം ഒന്ന് കറക്കിയെടുക്കാം. തീരെ പൊടിഞ്ഞും പോകരുത്, കുറച്ച് ചെറിയ തരികളും വേണം. ഞാനത് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഇത്രയും ഞാൻ ദാണ്ട കറക്കി എടുത്തിട്ടുണ്ട്. ദാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ലഡു, നമ്മുടെ ബൂന്തി, ഇതിനെയാണ് ബൂന്തി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പഞ്ചസാര ലായനിക്കകത്തോട്ട് നമ്മുടെ ഈ ബൂന്തി ഫുള്ള് ഇട്ട് കൊടുത്ത് നല്ല പോലെ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നെയ്ക്കകത്തോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കി ഒഴിക്കുമെങ്കിലും വേണം കേട്ടോ. നെയ്യുടെ ആ ഒരു മണം നമ്മുടെ ഈ ലഡുവിന് വേണം, ഗുണവും വേണം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ലൂസായിട്ട് തോന്നും, പക്ഷേ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് ഈ പഞ്ചസാര ലായനിക്കകത്തോട്ട് നമ്മുടെ ഈ ബൂന്തി എല്ലാം സെറ്റായി കിട്ടും. അത്യാവശ്യം നമ്മുടെ കയ്യിൽ തൊടാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ തന്നെ നമ്മളിത് ലഡുവിൻ്റെ ആ ഒരു ആ സർക്കിള് അതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കണം കേട്ടോ. തണുത്ത് പോയിട്ട് ചെയ്താൽ നമുക്ക് സെറ്റായി കിട്ടത്തില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എല്ലാം എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ലഡുവിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു 150 ഗ്രാം കടലമാവിന് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് 15 ലഡുവായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരാം.
15 ലഡു ഞാനിവിടെ ഈ ഒരു സൈസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൈസൊക്കെ അവരവർ ഇഷ്ടം പോലെ ചെയ്യാൻ, ചെറുതും ആക്കാം വലുതും ആക്കാം. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ലഡു ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ അതേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഇതിപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു കടലമാവും പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പം മഞ്ഞ കളറിന് ഫുഡ് കളറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പാണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ലഡു. അപ്പം എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. നമുക്ക് മറ്റ് സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. സോഡാപ്പൊടി വേണമെന്നില്ല. ഉപ്പും കടലപ്പൊടിയും പഞ്ചസാരയും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ, എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള ലഡു നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ അത്യാവശ്യം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റാകാൻ വെക്കണം. ഇപ്പം ഞാൻ സെറ്റായിട്ടില്ല കേട്ടോ. ഞാനിത് ആ ഒരു റൗണ്ട് ചെയ്ത് വെച്ചതിന് മാത്രം നിങ്ങളെ കാണിക്കുന്നത്, സെറ്റായിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് സിമ്പിളായിട്ടും വളരെ ടേസ്റ്റുമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ലഡുവിൻ്റെ റെസിപ്പി ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട്, സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.